ഓണമൊക്കെ ആയില്ലേ, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പുറത്ത് പോകാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളതല്ലേ. എന്നാൽ ആ ഇട്ട് പോകുന്ന ഡ്രസ്സ് നമ്മൾ തയ്ച്ചതും കൂടെ ആണെങ്കിലും അതും ഒരു ചിലവുമില്ലാതെ നമ്മുടെ ഓണക്കോടി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓടിവായോ, ഇത് നമുക്ക് പറ്റിയ ഏരിയ തന്നെയാണ്. ഒരു ചിലവുമില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമായിപ്പം. കാരണം നൂല് വേണമല്ലോ, തയ്ക്കണമെങ്കിൽ നൂല് വേണം. നൂലിന് ഒരു 5 രൂപ 10 രൂപയൊക്കെ ആവും. ആ ഒരു നൂലിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒട്ടും ഇതാവണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഓടിച്ചെന്ന് അമ്മയുടെ ഒരു സാരി എടുത്തുകൊണ്ട് വന്നോളൂ. നല്ലൊരു പട്ട് സാരി നോക്കി, നല്ലൊരു കളർ കോമ്പിനേഷനുള്ള ഒരു സാരി നോക്കി ഓടിപ്പോയി എടുത്തിട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ ഇനി എൻ്റെ സാരിയെ പറ്റി പറയാം. ഇത് അത്യാവശ്യം നല്ല കട്ടിയും കനമുള്ളൊരു സാരിയാണ്. ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് കുടയുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ ഈ ഒരു സാരിയുടെ കളർ കോമ്പിനേഷൻ ഒരു മാമ്പഴ കളർ യെല്ലോയും പിന്നെ ഒരു ബ്രൗൺ കളർ ബോർഡറുമാണ്. പിന്നെ എനിക്ക് ബോർഡർ ഒഴികെ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വയ്ക്കാനുള്ള തുണിയും കൂടെ ഉണ്ട്. അപ്പോൾ ബോർഡറും ബ്ലൗസ് വയ്ക്കാനുള്ള തുണിയും രണ്ടും സെയിം കളറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൊച്ചും കൂടെ ട്വിന്നിങ് ആയിട്ട് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, വേറെ പട്ടുപാവടയൊക്കെ തയ്ക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഓണക്കോടിയുടെ ബ്ലൗസ്, ഞാനിവിടെ ഒരു പാവാടയും ബ്ലൗസും എന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നും സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും കാണാം. അപ്പോൾ നമ്മളിതിനെ ഒന്ന് 4ആയിട്ട് മടക്കിയാണ് ഇടുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ അതെങ്ങനെയാണ് മടക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 4ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഞാൻ ആദ്യം ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് 20 ഞാൻ അളക്കുന്നത്. നമ്മൾ മടക്കിയൊക്കെ അടിക്കുമ്പോൾ അത് കുറഞ്ഞു വരും. 20 ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം, ഇനിയിപ്പോൾ അത്രയും പൊക്കമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരെ ലെങ്ത്ത് വേണോ ആ ഒരു അളവെടുത്തിട്ട് അതിൽ നിന്നൊരു 2-3 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി, ഇച്ചിരി വീതിക്ക് മടക്കി അടിക്കാൻ രീതിയിൽ എന്ന രീതിയിലുള്ള അളവ് നിങ്ങൾ എടുത്താൽ മതി. ഞാൻ 20 എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരും. ഇനി ഞാൻ എടുക്കുന്ന അളവുകൾ പറഞ്ഞുതരാം. മീഡിയം ടു ലാർജിന് പറ്റിയ അളവാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 7, അതേപോലെ തന്നെ താഴോട്ട് ആം ഹോളും 7 എടുത്ത് വരയ്ക്കുന്നത്. ഇനി നമുക്ക് കഴുത്തിൻ്റെ വീതി ഒരു 3 to 3.5 കൊടുത്തതിന് ശേഷം ഇറക്കം 5 to 5.5 ഞാൻ കൊടുക്കുന്നത്. ഫ്രണ്ടിന് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെയും പകുതി, അതായത് പകുതിയുടെ പകുതി എടുത്ത് ഡോട്ട് ഒരു 1/2 ഇഞ്ചോളം പുറത്തോട്ടൊരു ഡോട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇതേപോലത്തെ നെക്കാണ് വരച്ചെടുക്കുന്നത്. ഈ നെക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ആം ഹോളിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചതിന് ശേഷം നമ്മളുടെ ബോഡിയുടെ പാർട്സിൻ്റെ അളവുകൾ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളെ സ്വന്തം ബോഡിയിൽ നിന്ന് എങ്ങനെ അളവെടുക്കാമെന്നോ അതെങ്ങനെ നമുക്ക് ഒരു തുണിയിലോട്ട് വരയ്ക്കാവുന്ന രീതിയിലോട്ടാക്കാമെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 പാർട്ടായിട്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. പകുതി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് ആണ് ഈ ബ്ലൗസിൻ്റെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കണ്ടു നോക്കണം. ഇത് കണ്ടിട്ട് അതിൻ്റെ ബാക്കി അതും കണ്ടു നോക്കണം. അപ്പോൾ ബോഡിയുടെ പാർട്ടിൻ്റെ അളവിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ബോഡിയിൽ നിന്ന് തന്നെ അളവെടുത്ത് തുണിയിലോട്ട് ആക്കാനും പഠിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ നമ്മൾ അത്രയും ഒന്ന് വരച്ചതിന് ശേഷം നമ്മുടെ നെക്കൊഴിച്ച് ബാക്കിയുള്ള പോർഷനെല്ലാം നമ്മൾ ആ വരച്ച വരയിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഓർമ്മയില്ലാതെ നെക്ക് മാത്രം വെട്ടല്ലേ. പിന്നെ നമ്മുടെ കഴുത്തുണ്ടല്ലോ, കഴുത്തിൻ്റെ അവിടുന്ന് ഷോൾഡറോട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ചെരിച്ചൊന്ന് വരയ്ക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത് നമ്മുടെ ഷോൾഡർ ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയും കൂടെ ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്യണം. നെക്ക് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തതുകൊണ്ട് തന്നെ അടിയിലും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടെ ഒരേപോലെ ആയിപ്പോൾ. അതുകൊണ്ടാണ് നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെയാണ് കഴുത്തിൻ്റെ ഭാഗം വരുന്നത്. ഒരു ചെറിയ ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെറിയ ഇത് വരുമെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ വരച്ച് വെച്ചതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളെ ബാക്ക് സൈഡ് ഞാൻ 3 വീതിയും അതേപോലെ തന്നെ ഒരു 6 നമുക്ക് എത്ര ഇറക്കം വേണമെന്നുള്ള രീതിയിൽ 6 ഇറക്കവും കൊടുത്തൊരു സ്ക്വയർ നെക്കാണ് ഞാൻ ബാക്ക് സൈഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡിന് സ്ക്വയർ നെക്ക് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. ബാക്കിൽ ഹുക്ക് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ബാക്ക് ഓപ്പൺ ആക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് നമ്മുടെ സ്ക്വയർ നെക്ക് തന്നെയാണ് ഈസി എന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. യു നെക്ക്, വി നെക്ക് ഏത് വേണോ ചെയ്യാം. പിന്നെ എനിക്ക് ഇച്ചിരി ഈസി ആയിട്ട് ചെയ്യണതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ സ്ക്വയർ നെക്ക് ചെയ്തെടുത്തു. സ്ക്വയർ നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒറിജിനൽ തുണി എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ലൈനിങ്ങിൽ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാനുള്ളതായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ തുണി. ആ സാരിയിൽ നിന്ന് അതിൻ്റെ മുന്താണി ഭാഗം വെട്ടിയെടുത്തിരിക്കുന്ന നല്ല വർക്കുള്ള, ഞാൻ ഇസ്തിരി കൊണ്ട് തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കമ്പി പോലത്തെ അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ അത്രയും കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഒരു തവണ ഒന്ന് ഒടിച്ച് തേച്ച് കൊടുത്താൽ അത് അതേപോലെ അവിടെ ഇരുന്നോളും. പിന്നെ എങ്ങോട്ടും അനങ്ങൂല. നമ്മൾ അഡീഷണലായിട്ട് പിൻ ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന്
ചെയ്ത് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലെക്സിബിളായിട്ട് നീക്കി കൊടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് 4ആയിട്ട് മടക്കണം. ആദ്യം ഒരു മടക്ക്, രണ്ടാമതൊരു മടക്ക്. എന്നിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അത്രയും വീതി അതിന് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഫ്രണ്ട് സൈഡോ ബാക്ക് സൈഡോ ഏതായിരുന്നാലും നെക്ക് ഒഴിച്ച്, ഞാൻ ഇപ്പോൾ ബാക്ക് സൈഡാണ് വെച്ചിരിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെക്ക് ഒഴിച്ച് ബാക്കി ബോഡി പാർട്ടെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു പിൻ കൊടുത്ത് വയ്ക്കുന്നുണ്ട്. അളവ് ആ ലൈനിങ് തുണി അതിൻ്റെ പുറത്ത് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിൻ കൊടുത്ത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് നെക്ക് അടിച്ച് മറിച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെ നെക്ക് ഞാൻ നല്ല തുണിയിൽ വെട്ടാറില്ല, നമ്മൾ ലൈനിങ് തുണിയിൽ വെട്ടിയത് മാത്രമാണ്. ഇനി നമ്മൾ ഈ 2 പാർട്ടുകളും ഈ നല്ല തുണിയിൽ വെച്ച് പിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇതിനെ നൂത്തിട്ടിട്ട് അതിൻ്റെ നല്ല വശവും ലൈനിങ് തുണിയുടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. നെക്ക് സ്റ്റിച്ച് ചെയ്യണത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. യു നെക്ക്, വി നെക്ക് എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് എന്ന പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുവിധം സ്റ്റിച്ചിങ് വീഡിയോസ് എല്ലാം അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് വെച്ചാൽ പയ്യെ നിർത്തി നമ്മൾ ആ ഒരു നെക്കിന് അണ്ടർലൈൻ ഇട്ടതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഒരു 4 ഇഞ്ച് ഇപ്പുറത്തോട്ട് വെച്ച് ഒരു ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അണ്ടർലൈൻ ഇട്ടതുപോലെ തയ്ച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അകത്തുള്ള പാർട്ടെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ വെട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇങ്ങനെ കോൺ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇച്ചിരി നല്ലതുപോലൊരു വെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് തിരിച്ചെടുത്ത് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോഴേ നല്ല ഫിനിഷ് ആയിട്ട് ഇട്ടത് ഈ ഒരു രീതിയിലിട്ട് നമുക്കതിൻ്റെ മുക്കുമൂലയൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ ഒരു ഈർക്കിൽ വെച്ചോ എന്തെങ്കിലും കൂർത്ത സാധനം വെച്ചൊന്ന് തള്ളി വിട്ട് കൊടുത്താൽ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരും. അങ്ങനെ നമ്മൾ അതേ സെയിം ആയിട്ട് തന്നെ ബാക്കിലെ സ്ക്വയറിനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അതിൻ്റെ ലൈനിങ് ഒക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഇതായിട്ടിരിക്കാൻ വേണ്ടി, നല്ല വൃത്തിക്കിരിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡ് വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈനിങ് സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നമുക്ക് ഇതുണ്ട്, എന്താണ് ഇൻവിസിബിൾ ആയിട്ടുള്ള ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ലൈനിങ് പിന്നെ കൂട്ടി അടിക്കുന്നില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട് സൈഡിലെ നമ്മുടെ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിൻസസ് കട്ടിൻ്റെ അപരൻ, അതായത് പ്രിൻസസ് കട്ടാണെങ്കിൽ നമ്മളിങ്ങനെ വെട്ടി 2 പീസാക്കിയിട്ട് ജോയിൻ ചെയ്യണം, അങ്ങനെയല്ലേ, ഇത് അതിൻ്റെ അപരനായിട്ട് വരും. അതായത് നമുക്ക് ഒരു പ്രിൻസസ് കട്ട് അവിടെ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് 2 സൈഡിലോട്ട് 4 എത്ര കിട്ടുന്നു അതൊന്ന് അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞ് മേളിൽ നിന്ന് താഴോട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 10, ആ 2 പോയിൻറ്റും കൂടെ എവിടെ വെച്ച് കൂട്ടിമുട്ടുന്നു അവിടെ ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈനും അവിടെ നിന്ന് മേളിലോട്ട് നമ്മുടെ ആം ഹോളിലോട്ട് ഇതേപോലെ ഒരു വളഞ്ഞ വരയും കൊടുത്തതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ താഴത്തെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമുക്ക് എത്ര വേണം ആ ഒരു രീതിയിൽ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് 1 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ആ 1 ഇഞ്ചൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഒറിജിനൽ പ്രിൻസസ് കട്ട് വെട്ടുമല്ലോ അതിലാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻസസ് കട്ട്. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് അപ്പുറം ഇപ്പുറം ജസ്റ്റ് ഒരു വര ഇങ്ങനെ കൊടുക്കണം. അതിന് ഇത്ര ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നടുക്കത്ത് ആ വര ഉണ്ടല്ലോ, നമ്മൾ ആദ്യം വരച്ച ആ ഒരു വരയിൽ കൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇതേപോലെ നമ്മൾ ലോക്കൊന്നും ചെയ്യേണ്ട, കുരുക്കൊന്നും ഇടണ്ട, നമ്മൾ നേരെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് നടുക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കണം. നമ്മൾ ആം ഹോളിൻ്റെ അവിടെ 1/4 ഇഞ്ച് കൂടുതലെടുത്തില്ലേ, ആ ഒരു 1/4 ഇഞ്ച് കൂടുതലെടുത്തിട്ട് ഇതേപോലെ ആ ഒരു 1/4 ഇഞ്ചിൽ നിന്ന് നേരെ നമ്മൾ സെൻറ്ററിൽ ആദ്യം കൊടുത്ത സ്റ്റിച്ചിലോട്ട് എത്തണം. അവിടെ നിന്ന് നേരെ ആ ആദ്യം കൊടുത്ത സെൻറ്റർ സ്റ്റിച്ചിൽ നിന്ന് തന്നെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നടുക്കൊരു ഇൻറ്റു ഇട്ട് കൊടുത്തില്ലേ, നമ്മുടെ ജോയിൻ്റ് മേളിൽ നിന്ന് താഴോട്ട് 10ഉം 4ഉം വരുന്ന ആ ഒരു ഹിൻഡു മാർക്കില്ലേ, അതുവരെ നമ്മൾ നടുക്കിട്ട തയ്യലിൽ കൂടെ വന്നതിന് ശേഷം ആ ഒരു ഡോട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് 1/2 ഇഞ്ച് മാറ്റിയില്ലേ, വീണ്ടും ഇങ്ങനെ അകത്തി വരച്ചില്ലേ, അതിലോട്ട് പോകണം ഗൈസ്. വല്ലതും പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എപ്പോഴും ഇത് സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ച് സ്പീഡ് കുറച്ച് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിയിൽ വൃത്തികേടാവും. അതുകൊണ്ട് തുണികൾ അടിയിൽ മേളിലും കറക്റ്റായിട്ടുണ്ടെന്നുള്ള രീതിയിൽ പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായി പോയാൽ പിന്നെ അഴിച്ചൊക്കെ എടുത്തിട്ട് വീണ്ടും ചെയ്യുമ്പോഴത്തേക്കും തുണി തന്നെ നാശമായിട്ട് പോകും. അതുകൊണ്ട് ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, ഇതും നെക്കും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ പ്രിൻസസ് കട്ടിൻ്റെ അപരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട് സൈഡ്. ഇനി നമുക്ക് ഷോൾഡർ ജോയിനിങ് ആണ്. ഞാൻ ഇൻവിസിബിൾ ആയിട്ടുള്ള ഷോൾഡറിൽ ജോയിനിങ്ങിൽ അതാണ് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതാ ഇതേപോലെ ആ ലൈനിങ് തുണി അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് വെച്ച് നമ്മൾ ഷോൾഡറും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇൻവിസിബിളായിട്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പാർട്ട്, അതായത് സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ അടുത്ത പാർട്ടിൽ കാണാം. എന്നാൽ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഉണ്ടാവും, അത് കാണാനും മറക്കണ്ട. ടാറ്റാ.